സമരം അവസാനിപ്പിക്കുന്നു? ഇല്ല, സമരം തുടങ്ങിയാണ് വളരെ വലിയ അവകാശങ്ങൾ നേടുന്നവരെ. അപ്പുറത്ത് സമരം അവസാനിപ്പിക്കാന്നാണ് അവർ പറയുന്നത്. അപ്പുറത്ത് സമരം അവസാനിപ്പിക്കാന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ വലിയ അവകാശങ്ങൾ നേടുന്നവരെ ഞങ്ങൾ. അവിടുത്തെ സമരത്തിനപ്പോ ഒരു ആത്മാർത്ഥത ഇല്ലെന്നാണോ? ഇല്ല, അതില്ലാതുകൊണ്ടാണല്ലോ നിർത്തണത്. അതുകൊണ്ടാണല്ലോ അവർ നിർത്തണത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരം. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കും. കരമടച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ്. വേണം, പൂർണ്ണമായും വേണം, നല്ല നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോഴും തീർന്നിട്ടില്ല. സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു കേസാണ്. ഇതിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റേ വരാം. കൂടാതെ ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത് ഡിസംബർ 17 ഫൈനൽ ഹിയറിംഗ് ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് കോടതി രേഖകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമരം ഇവിടെ ഇന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇത്രയും നാളുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്, ഇത്രയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ 610 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും നാനാദി മത്സ്യരുടെയും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, അവർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 5 പേരടങ്ങുന്ന കോർ കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്ന് പറയുന്നത്. കൂടിയാലോചന ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഹാജരായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ അച്ഛൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നതാണ്. പക്ഷെ താൽക്കാലികമാണോ ഇല്ലേ എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് ഈ തൊട്ടു മുമ്പിൽ കാണുന്ന സെമിത്തേരിയുടെ പുനരുദ്ധാരണമാണെന്നാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് 2 ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളെയും ഈ കേരളക്കരയെയും അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു കൂടിയാലോചന ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, ആ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം എന്നാണ്. ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, താൽക്കാലമായിട്ടാണ് അച്ഛൻ അത് നിർത്തണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ സമരം തുടങ്ങുന്നത് വരെ ഇവിടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ഇതിനൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോഴും ആ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളിപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാൻ റെഡിയാണ്. എന്ന് അച്ഛൻ അവിടെ പുനരാരംഭിക്കുന്നുവോ അന്ന് ഈ സമരപ്പന്തലിൽ മാറി ഞങ്ങൾ അവിടെ ചെല്ലും. കൂടിയാലോചന ഇല്ലാതെ മാറ്റാനുള്ള രാഷ്ട്രീയ ഇടപെടൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് സംശയം? മറ്റ് യാതൊരു, ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല. ഇവിടെ ചില മാധ്യമ സുഹൃത്തുക്കൾ അടക്കം പ്രചരിപ്പിക്കുന്ന പോലെ BJPയുടെ സമരമാണെന്നാണ്. സമരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടിയാലോചന. യാതൊരു, ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മറ്റു പല നേതാക്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയാൻ തയ്യാറല്ല. ഏതിനാണ്? ഞങ്ങൾ BJPക്കാരല്ല. ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്, കടലിന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികര് നേടിത്തന്ന അധ്വാനിച്ച് ഈ കടലിടി കൊണ്ടും ഇത്തിൽ വാരിയും ഇവര് നേരത്തെ സമര നേതാക്കൾ പറഞ്ഞില്ലേ, ആ മാതാപിതാക്കള് ഇപ്പൊ പറയുന്നത് ആ ഭൂമിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ പുനരുദ്ധരിച്ച് അവിടെ ക്ലിയർ ആക്കണമെന്നാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ആദ്യം നേടിയെടുക്കുക. അതാണ് മരിച്ചുപോയ മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഉള്ള കടമ നിർവഹിക്കൽ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ മൊനമ്പം സംരക്ഷണ സമിതിക്കെതിരല്ല, മൊനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല. മൊനമ്പം ജനത വിശ്വസിക്കുന്നത് വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഇതെന്ന് മാറുന്നുവോ അതാണ് ഇന്ത്യയിൽ ഒരു പൗരന് മറ്റേതൊരു പൗരൻ. ഞങ്ങളിവിടെ അഭയാർത്ഥികളെ പോലെ 4 വർഷം കഴിഞ്ഞിരുന്നു, ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ പറയുന്ന പല സമുദായ സംഘടനകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ 4 വർഷം ഉപരിപഠനം മുടങ്ങിയവര്, മരിച്ചുപോയ മനുഷ്യര്. ഇവിടെ ഇരിക്കുന്ന ഒരു ജാനറ്റ് ചേച്ചിയുണ്ട്, കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ജാക്സൺ വലിയ പറമ്പിൽ നിന്നാണ്. ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ഒരു മനുഷ്യരാണ്. ഈ ഭൂമി പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച മനുഷ്യര്. അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ വേദനയുണ്ട്. ആ മനുഷ്യരുടെ വേദനയാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഭൂസംരക്ഷണ സമിതിക്കെതിരല്ല. ഞങ്ങളിപ്പോൾ അവരെ അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് 2ാം ഭൂസമരം എന്ന്. നീതിബോധമുള്ള ഇന്ത്യൻ ജനത, മാധ്യമ സുഹൃത്തുക്കള് ഇത്രയും നാള് ഈ സമരത്തിൽ പിന്തുണച്ചമാരെ ഇനിയും പിന്തുണക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെയുണ്ട്. 230 ദിവസം 12ാം വയസ്സിൽ ഈ ഫാറൂഖ് കോളേജിനോടുള്ള സമരം മുതൽ, അല്ലെങ്കിൽ അന്നത്തെ കേസ് മുതൽ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ലെസി ആന്റണി. അവർക്ക് പറയാനുണ്ട്, അവർ അടക്കമുള്ള, അതായത് അവരുടെ കാർന്നോന്മാർ തുടങ്ങി വെച്ച സമരം ഞങ്ങളുടെ മക്കളിലും അടുത്ത തലമുറയിലോട്ട് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് 2ാം ഭൂസമരം ഞങ്ങൾ തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.